ഹായ് ഹലോ എല്ലാവർക്കും ഷൊരൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കിയാലോ? നമ്മൾ പാസ്തയിലൊക്കെ ഉപയോഗിക്കത്തില്ലേ വൈറ്റ് സോസ്, ആ സോസ് ഉണ്ടാക്കിയാലോ? കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു 500 ml പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൈദ 1/4 കപ്പ്, അല്ല 1/2 കപ്പ് മൈദ, 1/4 കപ്പ് ബട്ടർ കുറഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ, നിങ്ങളുടെ ഒരുപാട് വേണ്ട. പിന്നെ കുരുമുളക് പൊടി അതൊരു 1/4 ടീസ്പൂൺ. പിന്നെ ജാതിപത്രി, ഇത് കണ്ടില്ലേ, ആ ജാതിക്കയുടെ മുകളിലിരിക്കുന്ന അതില്ലേ, ഇനിയിപ്പോൾ ആ ജാതിക്ക ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. ഞാൻ ഇട്ടേക്കുന്ന ഇതാണ്. നമുക്ക് ആദ്യം ഒരു പാനിൽ ഈ ബട്ടർ ഉരുക്കാം. ബട്ടർ ഫുൾ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. മൈദ കുറേശ്ശെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അത് ഇളക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ മൈദ ഇടുകയാണ്. എന്നിട്ട് അത് കുറച്ചിടുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ടിയാവാൻ പാടില്ല കേട്ടോ. വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാൻ പാടില്ല, അതാണ് ഞാൻ കുറേശ്ശെ ഇടുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് പാലാണ്. ഇതാദ്യം നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം മാത്രം പാലൊഴിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് പാലൊഴിക്കാം. പാൽ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കുക. പിന്നെ നമ്മൾ അവസാനം വിസ്ക് കൊണ്ടൊന്ന് ഇളക്കുന്നുണ്ട്, അപ്പോഴാണ് ഈ കട്ട ഫുള്ള് അതിനകത്ത് ചേരുള്ളൂ. ഇത് ഇതുപോലെ വിസ്ക് കൊണ്ടിങ്ങനെ ഇളക്കി കൊടുക്കുക. പാല് ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇത് വിസ്കോണ്ടാക്കുമ്പോൾ ഒരു കട്ട പിടിക്കില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടിയല്ലോ. ഇനി ഇത് സോസിൻ്റെ തിക്നെസ് ആവണം, അതാണ് വേണ്ടത്. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ, 3/4 ടീസ്പൂണോളം ഇട്ടിട്ടുള്ളൂ. പിന്നെ ജാതി പത്രി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ അതങ്ങ് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു 5 മിനിറ്റ് ശേഷം നമുക്കത് എടുത്ത് മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യുന്നതിന് മുമ്പ്.
അതിൻ്റെ ആ ഒരു ഫ്ലേവർ അതിന് വരണം. ഇനി ഇടുന്ന നമ്മൾ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയിൽ കുരുമുളകിൻ്റെ കഷ്ണം ഞാൻ ചെറുതായിട്ട് ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ നല്ല നൈസ് പൊടിയായിരിക്കുമല്ലോ, അപ്പം കുറച്ചിട്ടാൽ മതി. ഇതേ നമ്മളിത് തിരിച്ച് എടുക്കണം. ഇതേ കുരുമുളകിൻ്റെ കഷ്ണമാണ് ഇതേ കാണുന്നത്. പിന്നെ ഈ ജാതിപത്രി ഇത് നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അതെ നമ്മുടെ വൈറ്റ് സോസ് റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നാളെ വേറൊരു വിഭവമായിട്ട് 1 മണിക്ക് കാണാം.